ശാസ്ത്രീയ അഥർവവേദ പഠനം ക്ലാസ് 302. ഇന്ന് നമ്മൾ നോക്കുന്നത് കാണ്ഡം 7 അനുവാകം 2-ലെ 2 സൂക്തങ്ങളാണ്. സൂക്തം 15-ഉം 16-ഉം. 15-ൽ സൂര്യനെപ്പറ്റി, സവിതാവിനെപ്പറ്റി, സൂര്യനെപ്പറ്റിയുള്ള പരാമർശമാണ്. കഴിഞ്ഞാൽ കണ്ടത് തന്നെയാണ്. സൂര്യനാണ് നമ്മളെ എല്ലാ കർമ്മങ്ങളെയും നിയന്ത്രിക്കുന്നത്. അതായത് ഈശ്വരൻ എന്ന് പറയുന്നത് പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിൽ പ്രവർത്തിച്ച ഒരു ശക്തിയാണ്. അല്ലാതെ അതിന് രൂപവും ഭാവമൊന്നും ഇല്ല. പ്രപഞ്ചമുണ്ടാകുന്നത് ഏതോ ഒരു ശക്തിയിൽ നിന്നാണ്. അതിനെ പൂർണ്ണമായിട്ട് ആർക്കും മനസ്സിലായിട്ടില്ല. പക്ഷേ അതൊരു പ്ലാൻ അനുസരിച്ചാണ്, ശരിയായ ഒരു പ്ലാൻ അനുസരിച്ചാണ് പ്രപഞ്ചം മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അവസാനം അത് പൂർണ്ണതയിലെത്തുമ്പോൾ ഒരു തെങ്ങ് നട്ടു കഴിഞ്ഞാൽ തെങ്ങ് അത് മുളച്ച് അതിനൊരു ലക്ഷ്യമുണ്ട്, കായ്ച്ചു കഴിഞ്ഞാൽ അത് നശിക്കും, പിന്നെ ആദ്യമേ വരും. അതേപോലെ പ്രപഞ്ചത്തിനും പോകുന്നതിനൊരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റം അനുസരിച്ചാണ് അത് പോകുന്നത്. അത് എത്തേണ്ട ലക്ഷ്യം എത്തിക്കഴിഞ്ഞാൽ പിന്നെ പൊളിച്ച് പിന്നെ ആദ്യം ഉണ്ടാകും. അതിനാണ് പരമാത്മാവ് എന്ന പ്ലാനായിട്ട് ചിത്രീകരിച്ച്, അതൊരു പ്ലാനാണ്. ആ പ്ലാന് സമയബന്ധിതമായിട്ടാണ്. അത് സൂര്യനുമായിട്ട് ബന്ധിപ്പിച്ച്, സൂര്യനും സൗരയൂഥ സിസ്റ്റങ്ങളുമെല്ലാമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ്. അതിൻ്റെ കറക്കമാണ് സമയം തീരുമാനിക്കുന്നത്. ആ സമയത്തിന്, ആ കാലത്തിനനുസരിച്ചാണ് ലോകം മുന്നോട്ടേക്ക് പോകുന്നത്. അതുകൊണ്ട് ആ ശക്തി, പ്രപഞ്ചത്തിൽ അദൃശ്യമായ ആ ഈശ്വരൻ എന്ന് പറയുന്ന ശക്തി സൂര്യനിലൂടെയും സൗരയൂഥ സിസ്റ്റത്തിലൂടെയാണ് എല്ലാ കാര്യങ്ങളും നടപ്പാക്കുന്നത്. അതുകൊണ്ട് ആ ഈശ്വരനെ നമ്മൾ സൂര്യനായിട്ട് തന്നെ കാണുന്നതിൽ തെറ്റില്ല. ആ നിലയിലാണ് കഴിഞ്ഞതിൽ പറഞ്ഞു വെച്ചത്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ തന്നെയാണ് നമ്മളെ മുന്നോട്ടേക്ക്, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ കർമ്മത്തിനും പിന്നിലും സൂര്യൻ തന്നെയാണുള്ളത്. അപ്പോൾ അതിനെപ്പറ്റിയാണ് 302-ൽ പറയുന്നതെങ്കിൽ, വേറൊരു പ്രഭാതത്തിൽ ഉറങ്ങുക എന്ന അതൊരു ദൂഷ്യമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം അതൊരാവശ്യവും കൂടിയായിരിക്കും ചിലവരെ സംബന്ധിച്ചിടത്തോളം. അപ്പം അതിനെപ്പറ്റിയുള്ളൊരു കാര്യമാണ് സൂക്തം 16 പറയുന്നത്. അപ്പം നമുക്കാദ്യം സൂക്തം 15-ലേക്ക് പോകാം. ഹരി ഓം. അഥർവവേദം കാണ്ഡം 7 അനുവാകം 2 സൂക്തം 15. ഋഷി ഭൃഗു ദേവത സവിതാവ് ഛന്ദസ് തൃഷ്ടുപ്പ് താം സവിത സത്യസവാം സുചിത്രാമോഹം വൃണേസുമതിം വിശ്വവാരാൽ യാമസ്യ കണ്ണോ അദുഹത് പ്രപീനാം സഹസ്രധാരാ മഹിഷോ ഭഗായ. ഭാവാർത്ഥം: ഈ സവിതാവിനോട് ഞാൻ നല്ല ബുദ്ധിയും സത്യത്തെയും പ്രേരിപ്പിക്കുന്ന സ്വീകാര്യമായ ബുദ്ധിയും യാചിക്കുന്നു. കണ്ണു മഹർഷിമാർ അനേക ധാരകളോടുകൂടിയ ജ്ഞാനം അതിലൂടെ നേടിയിരിക്കുന്നു. ഞാൻ പറഞ്ഞു, സൂര്യനാണ് നമ്മുടെ എല്ലാ കർമ്മങ്ങളെയും തീരുമാനിക്കുന്നത്. നമ്മളിലൂടെയാണ് ലോകം പുരോഗമിക്കുന്നത്. അപ്പം ലോകം പുരോഗമിക്കാൻ വേണ്ട ബുദ്ധിശക്തി, കർമ്മശക്തി എല്ലാം നമ്മിലേക്ക് അത് സന്നിവേശിക്കും. അപ്പം നമ്മൾ ബുദ്ധിശക്തിയും നൽകും, അതിനുള്ള ശരീരശക്തിയും നൽകും. എല്ലാം ആ സൂര്യനാണ് നൽകുന്നത്. സൃഷ്ടിക്കുമ്പോൾ അതുപോലെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഓരോ കാലം കഴിയും തോറും അത് നയിച്ചു കൊണ്ടുപോകും. അപ്പം ആ സവിതാവിനോട് പറയുകയാണ്, എനിക്ക് നല്ല ബുദ്ധിയും സത്യത്തെ പ്രേരിപ്പിക്കുന്ന സ്വീകാര്യമായ ബുദ്ധിയും യാചിക്കുന്നു. അപ്പോൾ എനിക്ക് നല്ല ബുദ്ധി തരണമെന്ന് അങ്ങോട്ട് പറയുകയാണ്. കാരണം അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ബുദ്ധി കിട്ടുന്നതെല്ലാം ആ ജന്മനാവുള്ള ആ സൂര്യനെ അടിസ്ഥാനമാക്കിയാണ്. അതൊരു ജനിതക കഴിവാണ്. ബുദ്ധി എന്നതൊന്നും ആർക്കൊന്നും കേരിയൊന്നും വരുന്നതല്ല. അതെല്ലാം ജനിതകമായിട്ടുള്ളതാണ്. അല്ലാതെ നമ്മൾ എവിടെ നിന്നെങ്കിലും കുറച്ച് ഗുളികയാറ്റം വാങ്ങിയിട്ട് കഴിച്ചുകൊണ്ടൊന്നും ബുദ്ധി വരാൻ പോകുന്നില്ല. നമ്മളെ ജനിതക ഘടനയിലുള്ളതാണ്. അത് സൂര്യൻ തന്നെ നമ്മളെ കർമ്മമനുസരിച്ചാണ് ബുദ്ധി തരുന്നത്. നമ്മൾ എന്ത് കർമ്മം ചെയ്യണോ അതിനനുസരിച്ച് ബുദ്ധി നമുക്ക് തരും.
നമ്മളൊരു ശാസ്ത്രജ്ഞനായി മാറണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള ബുദ്ധി തരും. അതുകൊണ്ടാണ് സൂര്യനോട് അപേക്ഷിക്കുന്നത് നല്ല ബുദ്ധിയും സത്യത്തെ പ്രേരിപ്പിക്കുന്ന സ്വീകാര്യമായ ബുദ്ധിയും. സത്യത്തിൻ്റെ വഴിയിൽ ബുദ്ധിയും നമുക്ക് തലതിരിഞ്ഞ ബുദ്ധി ഉണ്ടാക്കാം. സൃഷ്ടി നടത്തുമ്പോൾ ദ്വയമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ചിലവർക്ക് രജോ ഗുണമാണെങ്കിൽ മറ്റവർക്ക് തമോ ഗുണമാണ്. രജോ ഗുണമുള്ളവർക്ക് ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കാനുള്ള നല്ല പുരോഗമനമായ ചിന്താഗതി ഉണ്ടാകുമ്പോൾ തമോ ഗുണക്കാർക്ക് അതിനെ പിന്നോട്ടേക്ക് വലിക്കാനുള്ള ബുദ്ധിയാണ് ഉണ്ടാകുന്നത്. കാലത്തെ അങ്ങ് ഗോത്രവർഗ കാലഘട്ടത്തിലേക്ക് പഴഞ്ചനിലേക്ക് കൊണ്ടുപോകാനുള്ള ടെൻഡൻസിയാണ് തമോ ഗുണക്കാർക്കുള്ളത്. കാരണം ഇത് രണ്ടും ദ്വയമായിട്ട് സൃഷ്ടിക്കുമ്പോൾ ഇത് രണ്ടും ഉണ്ടാവും. അപ്പം നമ്മൾ സത്യത്തെ പ്രേരിപ്പിക്കുന്ന സ്വീകാര്യമായ ബുദ്ധിയായിരിക്കുകയാണ്. അതായത് ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുകയാണ് കാലം ചെയ്യുന്നത്. ആ കാലത്തോടൊപ്പം ലോക നന്മയ്ക്ക് വേണ്ടി ചിന്തിക്കാനുള്ള ശരിയായ ബുദ്ധി നമുക്ക് തരണേ എന്ന് പറയുകയാണ്. അല്ല കാലത്തെ പിന്നോട്ടേക്ക്, കാലത്തിനെതിരായി കാലത്തെ പിന്നോട്ടേക്ക് അടിപ്പിക്കുന്ന ബുദ്ധി എനിക്ക് തരരുതേ, തമോ ഗുണമുള്ള ബുദ്ധി എനിക്ക് തരരുതേ എന്ന് പറയുകയാണ്. കണ്വ മഹർഷിമാർ അനേകം ധാരകളോടുകൂടിയ ജ്ഞാനം അതിലൂടെ നേടിയിരിക്കുന്നു. ഋഷികളെല്ലാം അങ്ങനെയുള്ള ബുദ്ധിയുടെയാണ് ഈ ശാസ്ത്രതത്വങ്ങളെല്ലാം മനസ്സിലാക്കി എഴുതി വെച്ച് ലോകത്തിനായിട്ട് സംഭാവന ചെയ്തത്. കണ്വ മഹർഷിയെല്ലാം വേദങ്ങളിൽ എഴുതിയ വ്യക്തികളാണ്. അവർക്ക് നല്ല ബുദ്ധിയുള്ളത് കൊണ്ടാണ് അവർ ലോക നന്മക്കായിക്കൊണ്ട് ഇത്രയും ത്യാഗം സഹിച്ചിട്ട് എഴുതിയത്. അല്ലാതെ ലോകം നന്നാണ്ടാന്നുള്ള ചിന്താഗതിക്കാരായിരുന്നുവെങ്കിൽ അവർ അതെല്ലാം പൂത്തിവെക്കുമായിരുന്നു. അവരതല്ല ചെയ്തത്. എല്ലാവരും പഠിക്കട്ടെ, ജ്ഞാനം നേടട്ടെ എന്ന ലക്ഷ്യത്തോടു കൂടി ഒന്നും പ്രതീക്ഷിക്കാതെയാണ് അവരെന്ത് ചെയ്തത്, ഈ ജ്ഞാനമെല്ലാം നമുക്ക് കൈമാറിയത്. ഇനി കാണ്ഡം 7 അനുഭാഗം 2 സൂക്തം 16 എന്താണ് പറയുന്നത് എന്ന് നോക്കാം. ഹരി ഓം. അഥർവവേദം കാണ്ഡം 7 അനുഭാഗം 2 സൂക്തം 16. ഋഷി ഭൃഗു ദേവത സവിതാവ് ഛന്ദസ് തൃഷ്ടുപ്പ്. ബൃഹസ്പതി സവിതർവർദ്ധയം ന ജ്യോതയൈനം മഹതേ സൗഭഗായ സശിതം ചിത് സന്ദരം സം ശശാധി വിശ്വ ഏനമനുമദന്തു ദേവാഹ. ഭാവാർത്ഥം: പ്രഭാതത്തിന് ഉറങ്ങുകയും അതേസമയം വ്രതമനുഷ്ഠിക്കുകയും ചെയ്യുന്നതിനെ ബൃഹസ്പതിയും സവിതാവും പ്രഭാതത്തിൽ ഉറങ്ങുന്നതിൽ നിന്നുമുള്ള ദോഷങ്ങൾ അകറ്റട്ടെ. എല്ലാ ദേവതകളും അവനിലെ നല്ല വശത്തെ കണ്ടുകൊണ്ട് ഉത്തമ കർമ്മത്തിലൂടെ ഉത്തമ ഭാഗ്യം നേടാൻ ശ്രമിച്ചാലും. പ്രഭാതത്തിൽ ഉറങ്ങുകയും അതേസമയം വ്രതം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവരെ ബൃഹസ്പതിയും സവിതാവും പ്രഭാതത്തിൽ ഉറങ്ങുന്നതിൽ നിന്നുള്ള ദോഷങ്ങൾ അകറ്റണം. പ്രഭാതത്തിൽ സൂര്യൻ ഉദിക്കുമ്പോൾ ഒരു ലോകം ആക്റ്റീവാവുകയാണ്. സൂര്യൻ ഉദിക്കുമ്പോൾ മനുഷ്യർ എന്ത് വേണം? പുരോഗതിയിലേക്ക് നയിക്കുന്ന ആൾക്കാർ, കാലത്തോടൊപ്പം ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കാൻ താല്പര്യമുള്ള വ്യക്തികൾ രാവിലെ തന്നെ ഉണർന്ന് ആക്റ്റീവാകും. അതാണ് ശരിയായ ചക്രം. എന്നാൽ എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്കിപ്പോൾ ഒരു കാവൽക്കാരൻ്റെ ജോലിയാണെങ്കിൽ നമുക്ക് പ്രഭാതത്തിൽ ഉറങ്ങാനേ പറ്റും. നമ്മൾ രാത്രി നമുക്ക് ഡ്യൂട്ടിയുണ്ട്. ഇപ്പോൾ അതിർത്തികളിലെല്ലാം പട്ടാളക്കാർ ഉറക്കമൊഴിച്ച് കാത്തിരിക്കുന്നുണ്ട്. അവർ നല്ല നിസ്വാർത്ഥ കർമ്മമാണ് ചെയ്യുന്നത്. അവർ വ്രതം നോറ്റവരാണ്. അതാണ് വ്രതം നോറ്റ അവർ. പ്രഭാതത്തിൽ അവർ എന്ത് ചെയ്യും? അവർ ഉറങ്ങാൻ തുടങ്ങും. കാരണം അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് അവർ നിസ്വാർത്ഥ കർമ്മം ചെയ്യുകയാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് പ്രഭാതത്തിൽ എഴുന്നേൽക്കുക അത് തന്നെയാണ് ആരോഗ്യത്തിന് നല്ലത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല.
നമ്മുടെ ശരീരമെല്ലാം അതിന് യോജിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാലും എല്ലാവർക്കും അങ്ങനെ പ്രഭാതത്തിൽ ഉണർന്നിരുന്ന് കർമ്മം ചെയ്യാനും രാത്രി ഉറങ്ങാനും ഒന്നും പറ്റിയെന്ന് വരില്ല. ഇപ്പം ഡോക്ടർമാർ അല്ലെങ്കിൽ മിലിറ്ററിയിലുള്ളവരെല്ലാം രാത്രി എന്ത് ചെയ്യണം, സേവനം ചെയ്യേണ്ടി വരും. അവർ രാവിലെയാണ് കടന്നുറങ്ങുക. അപ്പോൾ അവരൊന്നും മോശം ആൾക്കാരൊന്നുമല്ല, അവർ നിസ്വാർത്ഥ കർമ്മം ചെയ്യുന്നവർ തന്നെയാണ്. അപ്പം അങ്ങനെ ഒരു വിഭാഗം ഉണ്ട്. പക്ഷേ അത് അവരുടെ ആരോഗ്യത്തിന് മോശം തന്നെയാണ്. അഥർവവേദം എപ്പോഴും ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടാണ് പറയുന്നത്. രാവിലെ എഴുന്നേറ്റ് രാത്രി ഉറങ്ങുക. പക്ഷേ പ്രഭാതത്തിൽ ഉറങ്ങേണ്ട ആൾക്കാരും ഉണ്ട്. അവരെന്താണ്, വ്രതം അനുഷ്ഠിക്കുന്നുണ്ട്. അവരുടെ കർമ്മത്തിൻ്റെ ഭാഗമായിട്ടാണ് അവരുടെ രാത്രിയുള്ള ജോലി, ആ ധർമ്മം അനുഷ്ഠിച്ചുകൊണ്ടാണ് അവർ രാത്രി കർമ്മം ചെയ്തിട്ട് പ്രഭാതത്തിൽ ഉറങ്ങുന്നത്. അപ്പോൾ അവരുടെ ദോഷം ബൃഹസ്പതിയും സവിതാവും അകറ്റട്ടെ എന്ന് പറയാണ്. അവരെ പരിചരിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കുണ്ട്? ഈ ലോകത്തെ സൃഷ്ടിക്കുകയും ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുകയും എല്ലാവരെ കൊണ്ടും കർമ്മം ചെയ്യിപ്പിക്കുന്നതും ആ സൂര്യനും ബൃഹസ്പതിയും ആ ശക്തികളാണ്. അപ്പം അവരുടെ പ്രേരണയാൽ തന്നെയാണ് ഇവരെ പ്രഭാതത്തിൽ ഉറങ്ങേണ്ടി വരുന്നതും രാത്രി ഉറക്കമൊഴിച്ചിരിക്കേണ്ടി വരുന്നതും. അതുകൊണ്ട് അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ആർക്ക് തന്നെയുണ്ട്? ഈ സൂര്യനും സവിതാവിനും ബൃഹസ്പതി എന്നെല്ലാം പറയുമ്പോൾ ഇതെല്ലാം ആ ആദ്യകാലത്തെ ആ പ്രപഞ്ച സൃഷ്ടിയുടെ സമയത്ത് ഈശ്വരനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം. ബൃഹസ്പതി എന്ന് പറഞ്ഞാൽ ഗ്രഹങ്ങളെല്ലാം തന്നെയാണ്. വ്യാഴമാണ്, വ്യാഴഗ്രഹമാണ്. ഗ്രഹങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞു, ഗ്രഹങ്ങളാണ് നമ്മളെ, സൂര്യൻ മാത്രമല്ല ഗ്രഹങ്ങളെല്ലാം കൂടിയിട്ടാണ് നമ്മളെ മുന്നോട്ടേക്ക് നയിക്കുന്നത്. അതിൽ ബൃഹസ്പതിയും പ്രധാനപ്പെട്ട ഒരു ഗ്രഹം തന്നെയാണ്. അപ്പോൾ ആ ഗ്രഹങ്ങളെല്ലാം കൂടിയിട്ട് എന്ത് ചെയ്യണം? രാത്രി കർമ്മം ചെയ്തിട്ട് രാവിലെ കിടന്നുറങ്ങേണ്ട അവസ്ഥ വരുന്നവരെ അവർ പരിരക്ഷിക്കട്ടെ. പകലുള്ള കാര്യങ്ങളിലുള്ളവർ ആൾക്കാരെ എല്ലാം അവർ പരിരക്ഷിക്കുന്നത് പോലെ ചിലവർക്ക് ഇങ്ങനെ കർമ്മത്തിൻ്റെ ഭാഗമായിട്ട്, നിസ്വാർത്ഥ കർമ്മത്തിൻ്റെ, ലോക പുരോഗതിക്കായിട്ടുള്ള കർമ്മത്തിൻ്റെ ഭാഗമായിട്ട് രാത്രി കർമ്മം ചെയ്യുകയും പകൽ കിടന്നുറങ്ങേണ്ടി വരികയും ചെയ്യുന്നുണ്ട്. ഇവർ സംരക്ഷിക്കും. കാരണം അതിനനുസരിച്ചാണ് അവരെ സൃഷ്ടിക്കുന്നത്. മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ തന്നെ അവൻ്റെ കർമ്മങ്ങൾ തീരുമാനിച്ചിട്ട് തന്നെയാണ് സൃഷ്ടിക്കുന്നത്. രാത്രി കർമ്മം ചെയ്യേണ്ടവനാണെങ്കിൽ അതിനനുസരിച്ചുള്ള ശരീരഘടനയെല്ലാം അവന് കൊടുത്തിരിക്കും. അതെല്ലാം കൊടുക്കേണ്ടത് ആര് തന്നെയാണ്? ഈ ഗ്രഹങ്ങളെ ബൃഹസ്പതിയും സൂര്യനും എല്ലാം തന്നെയാണ്. അതെല്ലാം അത് നോക്കിക്കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് എന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കണം. ഓരോ ആൾ എന്ത് കർമ്മമാണ് എപ്പോഴാണ് ചെയ്യേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള സംരക്ഷണം അവർക്ക് ആ ശക്തി വിശേഷം കൊടുക്കുന്നുണ്ട്. എല്ലാ ദേവതകളും അവനിലെ നല്ല വശത്തെ കണ്ടുകൊണ്ട്, അവനിലും എന്തുണ്ട്? നല്ല വശമുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. രാത്രി കാലത്തിലെ ഉറക്കമൊഴിച്ച് രാഷ്ട്രത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എത്രയോ ആൾക്കാർ ത്യാഗം സഹിച്ചിട്ട് ഉറക്കമൊഴിച്ചിരിക്കുന്നുണ്ട്. ആശുപത്രികളിൽ എത്രയോ ഡോക്ടർമാർ രോഗികൾ, അത്യാസന്നരായി വരുന്ന രോഗികളെ പരിചരിക്കാൻ ഇരിക്കുന്നുണ്ട്. കള്ളന്മാരുടെ കാര്യമല്ല ഈ പറയുന്നത്. രാത്രി കള്ളന്മാർ ഉറങ്ങി നടക്കുന്നവരുണ്ട്, അവരുടെ കാര്യമല്ല ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞ എല്ലാ ദേവതകളും അവനിലെ നല്ല വശത്തെ കണ്ടുകൊണ്ട്, അവൻ നല്ല വശത്തിന് വേണ്ടിയാണ്, അല്ലാതെ മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് പകൽ കിടന്നുറങ്ങിയിട്ട് രാത്രി ഇറങ്ങി നടക്കുന്നവരുടെ കാര്യമല്ല പറയുന്നത്. അവനിലെ നല്ല വശത്തെ കണ്ടുകൊണ്ട് ഉത്തമ കർമ്മത്തിലൂടെ ഭാഗ്യം നേടാൻ പ്രേരിപ്പിച്ചാൽ, ശരിയായ കർമ്മത്തിലൂടെ ഭാഗ്യം നേടാൻ, അവരും രാത്രി കർമ്മം ചെയ്യുകയാണ്, അവർക്കും ഭാഗ്യം നേടിക്കൊടുക്കുക. കാരണം രാത്രി അങ്ങനെ സേവനത്തിൽ ഇറങ്ങി നിൽക്കുന്നവർക്കും ഭാഗ്യം നേടിക്കൊടുക്കുക എന്ന്, അതിന് പ്രേരിപ്പിക്കുക, ഭാഗ്യം നേടാൻ പ്രേരിപ്പിക്കുക, അവർക്കും ഭാഗ്യമുണ്ടാകും. അപ്പോൾ യഥാർത്ഥത്തിൽ നല്ലത് പകല് ജോലി ചെയ്തിട്ട് രാത്രി കിടന്നുറങ്ങിയാണ്. പക്ഷേ ചിലവർക്കും നേരെ തിരിച്ച് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. പ്രഭാതത്തിലെല്ലാം കിടന്നുറങ്ങിയിട്ട് രാത്രികാലങ്ങളിൽ കർമ്മം ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതിനനുസരിച്ച് സൂര്യനും
വ്യാഴഗ്രഹങ്ങളും എല്ലാം തന്നെയാണ് അവന് അതിനനുസരിച്ചിട്ടുള്ള ശരീരഘടനയെല്ലാം നൽകുന്നത്. അതെല്ലാം ഓൾറെഡി തീരുമാനിച്ച കാര്യമാണ്, ആരെപ്പോൾ വർക്ക് ചെയ്യണം, എന്ത് വർക്ക് ചെയ്യണം എന്നെല്ലാം. അപ്പോൾ അത്രയും സൂക്ഷ്മമായിട്ടാണ് ഗ്രഹങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളെ പരമാത്മാവെന്ന പ്ലാനിൽ ഇതെല്ലാം വ്യക്തമായിട്ട് തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള ശരീരഘടനയുള്ളവരെയാണ്, കർമ്മത്തിനനുസരിച്ചുള്ള ശരീരഘടനയാണ് ഓരോ ആൾക്കും ഈ സവിതാവെല്ലാം നൽകുന്നത്.